അവിടെ നമ്മളൊന്ന് കൈപിടിച്ച് പുറത്താൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ട്? വീഴ്ച ഉദ്ദേശിക്കുന്നത് നടക്കുമ്പോൾ വീഴുന്നതാണോ? അല്ല. ഒരു സിനിമയും പരാജയപ്പെട്ടു എന്ന് പറയാൻ എനിക്കിഷ്ടമുണ്ട്. ആരുടെ സിനിമ? മോഹൻലാൽ ഏറ്റവും അധികം അഹങ്കാരത്തോടു കൂടിയാണ് അതിൽ അഭിനയിച്ചത്. വല്ലാത്തൊരു ട്രാൻസിഷനായിരുന്നു ലാലിൻ്റെ സമയം. അതേപോലെ തന്നെ അത് ഈച്ച് ആൻഡ് എവറി ഷോട്ട്സ് ലാലത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ സാറിന് ഒരു വാക്കിൽ പറയാൻ പറ്റും? എന്നെ ആകർഷിച്ച സിനിമകളുണ്ട്. അതിലൊന്നാണ് വാനപ്രസ്ഥം. ജർമ്മൻ ഇനി റിസൾട്ടുള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. നമ്മൾ സിവിസാറ് പറഞ്ഞതുപോലെ എന്തോ ആർക്കോ പറയാനുണ്ട്. ആ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് എന്നോടൊപ്പമുള്ള എൻ്റെ ദേവദൂതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഞാൻ എന്നും ഇഷ്ടപ്പെടുന്ന എന്നും ബഹുമാനിക്കുന്ന സാറാണ്. സാറേ നമസ്കാരം. നമസ്കാരം. എനിക്കൊന്ന് അതിൻ്റെ ലോഞ്ചിൻ്റെ ഒന്ന് പറഞ്ഞു. ഞാനും 4K മാറാൻ പോവാണ്. എനിക്കത് കേട്ടിട്ട് അന്ന് ഏറ്റവും ആളുകൾ ചിരിച്ച് കൈയടിച്ച ആ സാധനം. ഞാൻ ഇനി മുതൽ 4K മാറുകയാണ്. സാറ് പറഞ്ഞൊരു സാധനമാണ്. കാലഘട്ടത്തിൻ്റെ ഒരു യാത്രയല്ലേ സാർ? തീർച്ചയായും. ഞാൻ അന്ന് മുതൽ 4K ഇപ്പം ഞാൻ എല്ലാം കാണുന്നത് 4K 4K റെസൊല്യൂഷനാണ്. സാവകാശത്ത് 8K ആവും, 16K ആവും, 32K ആവും, അങ്ങനെ പോവും. ഏതൊരു തിരിച്ചു പോക്കില്ല, തീരുമാനിച്ചു. സാർ, എനിക്ക് സാറിൻ്റെ കഥകളാണെങ്കിലും സാറിന് സംവിധാനം ചെയ്ത 1 മുതൽ 0 ആ സിനിമകളാണെങ്കിലും കഥകളാണെങ്കിലും എല്ലാം വേറിട്ട് നിൽക്കുന്ന സബ്ജക്റ്റുകളാണ്. എന്തിനൊരു പ്രണയമുണ്ട് സാറിന്. സാർ ഇപ്പോഴും പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണോ? പിന്നെ ജനിച്ചെന്ന് മുതൽ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പ്രണയിച്ചത് എന്തിനാണ്? എൻ്റെ ചുറ്റും കാണുന്ന ലോകത്തെ, അതിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും. വ്യക്തികളിൽ പ്രണയം ആരോടാണ്? വ്യക്തികളിൽ പ്രണയം ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ആ പ്രണയം നമ്മുടെ സ്വകാര്യ സ്വത്തല്ലേ. അത് നമ്മൾ സൂര്യനെ പോലെയാണ്. സൂര്യൻ പ്രകാശിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. ആ പ്രകാശം ആർക്ക് നേരെ എന്നുള്ള ചോദ്യം ഇല്ലല്ലോ. ശരിയാണ്. എൻ്റെ ജന്മം എനിക്കൊരു സൂര്യനാണ്. ആ ജന്മം തന്നെയാണ് എൻ്റെ സൂര്യൻ. അപ്പം ഞാൻ പ്രകാശിച്ചു, പ്രണയത്തോടു കൂടി പ്രകാശിക്കുന്നു. അപ്പം ആരോട്, എന്നോട്, വ്യക്തികളോട്, ജീവജാലങ്ങളോട് അങ്ങനെ ചോദ്യം ഇല്ല. വാസ്തവത്തിൽ പ്രണയിച്ചത് പിന്നീട് ആ പ്രണയം വേണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട്? ഒരിക്കലും തോന്നില്ലല്ലോ. ഇല്ല. എല്ലാം സമർപ്പണമല്ലേ. പ്രണയം ഒരു സമർപ്പണമാണ്. ഇതൊക്കെ ഞാൻ സമർപ്പണമാണെന്ന് പറയുമ്പോൾ അതിനൊരു ഫുൾ സ്റ്റോപ്പിലല്ല പറയുന്നത്. വാക്കുകൾ അങ്ങനെ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കേ അറിയുള്ളൂ ഞാൻ എങ്ങനെയാണെന്നത്. അപ്പം നിങ്ങൾക്കേ അറിയുള്ളൂ നിങ്ങൾ എങ്ങനെയാണെന്ന്. സത്യത്തിൽ നമ്മൾ പലപ്പോഴും നമ്മളിലേക്ക് നോക്കാറില്ല. പലരും അവനവനിലേക്ക് നോക്കാറില്ല. ഞാൻ സദാ എന്നിലേക്ക് നോക്കുന്ന ഒരാളാണ്. എന്നിലേക്ക് നോക്കുമ്പോഴേ എനിക്ക് എന്നെ അറിയാൻ പറ്റും. അപ്പോൾ എന്നിലേക്ക് നോക്കണമെങ്കിൽ ഞാൻ ആരെ നോക്കണം? ഞാൻ എനിക്ക് മുന്നിലുള്ളവരെ നോക്കണം. അതിൽ ഞാൻ പ്രതിഫലിക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ കാണുന്ന ആൾക്കാരിലും വ്യക്തികളിലും ജീവജാലങ്ങളിലൊക്കെയാണ് ഞാൻ എന്നെ കാണുന്നത്. ആ പ്രതിഫലമാണ് ഞാൻ എന്നെ അസസ് ചെയ്യുന്നത്. എന്താണ് എന്നെ കാണുമ്പോൾ ഒരാൾ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് എന്നിലെ പ്രകാശത്തെക്കാളേറെ അയാളിലെ പ്രകാശമാണ്. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊരു സത്വചിന്തയായിട്ട് പറയാമെന്ന് അല്ല. എനിക്ക് പറയാൻ വേറെ മെത്തേഡ് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. പിന്നെ ഇപ്പം ഞാനൊന്നും മുൻകൂട്ടി കണ്ടിട്ട് പറയുന്നതല്ല, അങ്ങനെ പറയുന്നു. അപ്പം ഞാൻ കണ്ടത് ആരെയൊക്കെയാണെന്ന് ചോദിച്ചാൽ ചെറുപ്പം മുതലേ കാണുന്നത് അച്ഛനമ്മ, വീട്ടിലുള്ള ആൾക്കാർ, കുടുംബത്തിലെ ആൾക്കാർ, വട്ടത്തുള്ള ആൾക്കാർ. ചെറുപ്പകാലത്ത് എൻ്റെ ഒരു കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴാണ് വീടിനടുത്തുള്ള ചില ആൾക്കാരൊക്കെ വരുമ്പം അമ്മ അല്ലെങ്കിൽ അമ്മമ്മ എന്നോട് പറയുന്നത് അവർ തന്നെ എടുത്ത് നടക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ കാണുന്നത് അമ്മയുടെ ഏതെങ്കിലും കൂട്ടുകാരായിട്ടുള്ള സ്ത്രീകളൊക്കെ ആയിരിക്കും. അപ്പം എന്നെ എടുത്ത് നടക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഞാനത് മനസ്സിൽ കാണും, എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് അവരോട് ഒരു വല്ലാത്തൊരു വാത്സല്യം തോന്നും. അങ്ങനെ ചെറുപ്പം മുതലേ അങ്ങനെയാണ് ഞാൻ വളർന്നത്. അതുകൊണ്ടാവും ഞാൻ ലോകത്ത് അങ്ങനെ കാണാൻ പഠിച്ചത്. ഒരു തിരിച്ചറിവ് എന്ന് പറയുന്നത് വരുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടൊക്കെയാണ്. അതുവരെ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ. അങ്ങനെയാണ് എല്ലാത്തിനോടും പ്രണയിക്കുന്നത്. സാറിൻ്റെ യാത്ര, സാറിൻ്റെ അടുത്ത് ഇരുന്നാൽ നമ്മൾ സമയം പോകുന്ന അറിയില്ല. ഞാൻ പല ആളുകളടുത്തും ചോദിച്ചു, സാറിൻ്റെ കൂടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ സമയം പോകുന്ന അറിയില്ല. സാർ കുറേ കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ്. ഞാൻ സാറുമായിട്ട് അടുത്ത് നിൽക്കുന്ന സുഹൃത്തുക്കളടുത്ത് ചോദിച്ചപ്പോൾ സാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ആ പറയുന്ന കാര്യങ്ങളിൽ അർത്ഥമുള്ള കാര്യങ്ങളായിരിക്കും. പിന്നീട് നമ്മൾ ചിന്തിച്ചാൽ അത് പാഴാകുന്നില്ല.
ആ ഒരു യാത്രയാണ് സാറിന് ഞാൻ ഏറ്റവും കൂടുതൽ സാറിൻ്റെ സുഹൃത്തിൽ നിന്നും പഠിച്ചിരിക്കുന്നത്. അങ്ങനെ കുറേ ആളുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ സാറിനെ ഞാനൊരു ഇൻ്റർവ്യൂ എടുത്തിട്ട് നമ്മുടെ പൂർണ്ണ ഇന്ദ്രജിത്തിൻ്റെ വൈഫിൻ്റെ സിനിമ വന്നപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ വൈഫിൻ്റെ സിനിമ വന്നപ്പോഴാണ് നമ്മൾ വന്നിരുന്നത്. അന്ന് നമ്മൾ കുറേ കഥകൾ പറഞ്ഞു. ഞങ്ങളെല്ലാവരും കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പറയുന്ന ഒരാളാണ് എപ്പോഴും സത്യസന്ധത ഉള്ളതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. തുറന്നു പറയാൻ ഒരു ധൈര്യം, തുറന്നു പറയും. ഇയാൾ എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ ഇയാൾ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ സാറിനെ കുറിച്ച് അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നോട് അങ്ങനെയൊന്നും ആരും പറയാറില്ല. എനിക്ക് ആരോടും എനിക്കൊരിക്കലും ദേഷ്യമോ കോപമോ ഒന്നും തോന്നാറില്ല. ഞാൻ അങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത് അങ്ങനെയാണ്. ഒരു ജന്മല്ലേ ഉള്ളൂ. അത് പൂർണ്ണമായും ഒരു പൂ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ സുഗന്ധം ആസ്വദിക്കുക എന്ന് പറയുന്ന മാതിരി അങ്ങനെ പൂർണ്ണമായി ആസ്വദിക്കുക. അപ്പം നമ്മൾക്ക് തോന്നും ഭയങ്കരമായ വിഷമങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. വിഷമങ്ങൾ വരുമ്പോഴും അത് ആസ്വദിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. ആ വിഷമം ഉൾക്കൊള്ളുക, ആ വിഷമത്തിന് അതിജീവിക്കാൻ നോക്കുക. അല്ലാതെ എന്താ ചെയ്യുക? വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ ഓപ്ഷൻ ഇല്ലാത്തൊരു ലോകത്തിലാണ് നമ്മൾക്ക് നമ്മുടേതായ ഒരു കാര്യം മുൻകൂട്ടി കണ്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഇതുവരെയുള്ള എൻ്റെ ജീവിത അനുഭവത്തിൽ എനിക്കൊന്നും മുൻകൂട്ടി കാണാൻ പറ്റില്ല. കാണാൻ പറ്റുമെന്ന് തോന്നിയ, ഞാൻ കണ്ടിരുന്നു എന്നൊക്കെ തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ മനസ്സിലാവും അത് മുൻകൂട്ടി കണ്ടതല്ല, അതങ്ങനെ സംഭവിച്ചതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ജീവിതത്തിൽ മൊത്തം ഫാൻറ്റസിയാണ്. ഒരു സാങ്കല്പികത എവിടേക്കോ ഉണ്ട് എപ്പോഴും. ഇപ്പം അടുത്ത നിമിഷം എന്താണെന്നുള്ളത് എൻ്റെ സങ്കല്പത്തിലാണ് ഉള്ളത്. പക്ഷെ യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ എന്താണെന്ന് എനിക്ക് തന്നെ അറിയില്ല. നമ്മളെല്ലാവരും അങ്ങനെയല്ലേ? അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നിങ്ങളുടെ മുഖം എൻ്റെ മനസ്സിലുണ്ട് അന്ന് ആ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത്. പക്ഷെ ഇവിടെ നിങ്ങളെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേയില്ല. അപ്പോൾ അതാണ് പറയുന്നത്, അങ്ങനെ ഒരു സങ്കല്പം എൻ്റെ മനസ്സിലില്ല. അപ്പം അങ്ങനെയാണ് ജീവിതം, എപ്പോഴും അങ്ങനെയാണ്. അത് തന്നെയാണ് കഥകളിലും തിരക്കഥകളിലൊക്കെ നമ്മൾ കിട്ടുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാൻ മുൻപ് എപ്പോഴും ഒരിക്കലും ഈ കല്ല് വെട്ടുന്നത് കണ്ടിട്ടുണ്ട്. കല്ല് വെട്ടിയെടുക്കുന്നത്, ഈ ചെങ്കൽ വെട്ടിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. വീട് പണിയാൻ വേണ്ടിയിട്ട് ചുമര്. അപ്പം അത് ഞാൻ ഇങ്ങനെ നോക്കി നിൽക്കും അവർ പണിയെടുക്കുന്നത്. എനിക്ക് തോന്നും വളരെ എളുപ്പത്തിൽ അതിങ്ങനെ ബ്ലേഡ് വെച്ച് മുറിക്കുന്ന പോലെ മുറിച്ച് എടുത്തൊരു കഷ്ണം, കളിമൺ കഷ്ണം എടുത്ത് വെക്കുന്ന മാതിരിയായിട്ട് തോന്നും. പക്ഷെ അദ്ദേഹം വെട്ടുന്നതും അത് ഓരോന്ന് ചെത്തിയെടുക്കുന്നതും പിന്നെ അത് കൊണ്ടുവന്ന് കുറച്ച് ചെത്തിമെനിക്ക് അവിടെ വെക്കുന്നത് കാണുമ്പോൾ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നും ആ കല്ല് അതിന് വിധേയനാവുന്നത് പോലെ, കല്ല് ഇവിടെ വെട്ടു എന്നൊക്കെ അയാൾ പറയുന്നത് പോലെ, അത് അറിഞ്ഞുകൊണ്ട് അയാൾ വെട്ടുന്നത് പോലെ. ഇപ്പം ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങൾ ഈ കല്ലിനോട് സംസാരിക്കാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു സംസാരിക്കാറുണ്ട്. എന്നോട് ചോദിച്ചത് എങ്ങനെ തോന്നി? ഞാൻ പറഞ്ഞില്ല, ഞാൻ ചോദിക്കുകയാണ്, ഉണ്ടോ? അയാൾ പറഞ്ഞു സംസാരിക്കാറുണ്ട്, വെട്ടുമ്പോൾ സംസാരിക്കാറുണ്ട്. ഒരു സാധാരണ ഒരു തോർത്തുമുണ്ട് ഒരു ഇത് കൊടുത്ത ഒരു മനുഷ്യൻ, നല്ല മസിലൊക്കെ ഉള്ളൊരു മനുഷ്യൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന അയാൾ കയ്യിലോട് സംസാരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴേ അതൊരു പ്രക്രിയയാണ് അല്ലേ? അപ്പോൾ അദ്ദേഹം വെട്ടുമ്പോഴും ഞാൻ എഴുതുമ്പോൾ ഞാൻ സംസാരിക്കാറുണ്ട് കഥാപാത്രങ്ങളോട്. അപ്പോൾ എൻ്റെ കഥാപാത്രങ്ങളും അദ്ദേഹം കല്ല് വെട്ടിയെടുക്കുന്നത് പോലെയല്ലേ ഞാനൊരു കഥ എഴുതുമ്പോഴേ ആ കഥാപാത്രങ്ങളെ ഞാൻ കാണാറുണ്ട്, എൻ്റെ മുൻപിൽ വന്നിരിക്കാറുണ്ട്, അവരെ ഞാൻ അറിയാറുണ്ട്, അനുഭവിക്കാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. ഇപ്പോഴേ വിവാഹശേഷമൊക്കെ ഞാൻ ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ സംസാരിക്കും. അവളോട് സംസാരിക്കാമെന്ന് ചോദിച്ചിട്ട് എൻ്റെ വൈഫ് എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചു, എന്താ രഘുവേട്ടാന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ പറയും ഒന്നുമില്ല, രഘുവേട്ടൻ എന്തോ പറഞ്ഞല്ലോ. അപ്പം ഞാൻ പറയും ഞാനതിങ്ങനെ പറയുമ്പോൾ അപ്പോൾ എന്നെ തലയൊക്കെ തടവി തരും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു പ്രക്രിയ, നമ്മുടെ സംവേദനം നടക്കുന്നുണ്ട്. അത് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും നടക്കുന്നുണ്ട്. വെറുതെ ഇരിക്കുമ്പോഴും നമ്മുടെ ആ ചിന്ത അങ്ങനെ പോകുന്നതാണ്. അതൊരു ഫാൻറ്റസി എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അത് എങ്ങനെയാണ് നിങ്ങൾക്കത് എനിക്ക് അറിയില്ല. ഒരു കലാഹൃദയം, ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ വെറുതെ സംസാരിക്കുന്നതല്ല. എൻ്റെ അടുത്ത് എന്നെ പ്രകോപിപ്പിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ സംസാരിച്ച് പോകും. ഞാൻ പൊതുവേ നിശബ്ദനാണ്, അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ്.
മക്കളൊക്കെ വന്ന് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ നമ്മൾ ചിലപ്പോൾ ഈ ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെങ്കിൽ അതിന് നിയതമായൊരു ഉത്തരം നമ്മുടെ മനസ്സിലല്ലേ ഉള്ളൂ. അപ്പോൾ അത് പറയുന്ന സമയത്ത് ഒരു പക്ഷേ വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി ചിലപ്പോൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ സിബിക്ക് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അത് വായിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. സിബി അത് ഉൾക്കൊള്ളും. ചില ആൾക്കാർക്ക് കുറച്ചും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും, ഞങ്ങൾ സംസാരിക്കും, ചോദിക്കും, ചിലർക്ക് ഓവറായിട്ടൊക്കെ സംസാരിക്കും, ഭയങ്കര രസമാണ്, ഞങ്ങളതിന് ഇൻവോൾവ് ആവും. ആ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ തന്നെയാണ്. ഷാജിക്ക് ഞാൻ പിറവി എഴുതിയുന്ന സമയത്ത് ഞങ്ങൾ അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. ഷാജിക്ക് തന്നെ അങ്ങനെയാണ്, 2-3 വാക്കിൽ ഒരു മാസത്തേക്കുള്ളൊക്കെ വർത്തമാനം പറഞ്ഞ ഷാജി. അത് കൗതുകത്തോടെ ഞാൻ അതേപോലെ ഞങ്ങളുടെ ചില സമയത്ത് കൂടുതലൊക്കെ സംസാരിച്ച് പോയിട്ടുണ്ട്. പക്ഷേ രസമാണ് ചില ആൾക്കാരോട് സംസാരിക്കാൻ. അത് നമ്മുടേതായ ഒരു പ്രൈവറ്റ് ലോകം കിട്ടും അവിടെ. അല്ല, സാറിൻ്റെ മുമ്പിൽ നമ്മൾ ഇൻ്റർവ്യൂ എടുക്കുമ്പോഴുള്ള സംസാരവും പുറത്തു നിന്ന് സംസാരം 2 രീതിയാണ്. എൻ്റെ ഒരു അനുഭവമാണ്. നമ്മൾ പുറത്തു നിന്ന് സംസാരം വേറൊരു വ്യക്തിയാണ്. ആ സമയം നമ്മളൊരു ക്യാമറയ്ക്ക് മുന്നിലും വേറൊരു വ്യക്തിയാവുകയാണ്. അവിടെ എന്താണ് സംസാരിക്കേണ്ടത്, എന്താണ് സംസാരിക്കാൻ മേലെന്ന് കൃത്യമായ തിരിച്ചറിവോടുകൂടിയാണ് ഇരിക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും. സാറേ, ഈ ദേവദൂതനിലേക്ക് നമുക്കൊന്ന് ചെല്ലുവാണ്. നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ 2000 ഈ സിനിമ കണ്ട ഒരു വ്യക്തി കൂടിയാണ്. അന്ന് ഞാൻ തിയേറ്ററിൽ പോയി സിനിമ ഉണ്ട്. എൻ്റെ നാട്ടിലെ തൊടുപുഴയിൽ ശ്രീകൃഷ്ണ തിയേറ്ററിൽ പോയി സിനിമ കണ്ട ഒരു വ്യക്തിയാണ്. ആ സിനിമ വീണ്ടും പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്താണ്. എനിക്കൊന്നും ഇതിനകത്ത് അന്ന് പറഞ്ഞ പോലെ ആരോടോ പറയാനുണ്ട് ഈ കാലഘട്ടത്തിൽ. അത് തന്നെയാണ് ഇനിയും പറയാൻ കിടക്കുകയാണ്. അന്നത്തെ ഒരു യാത്ര എനിക്ക് സുബിസാറ് നേരത്തെ പറഞ്ഞ ഒരിക്കലും ഈ സിനിമ പരാജയപ്പെടുമെന്ന് ഓർത്തെടുത്തതല്ല. പക്ഷേ ആദ്യത്തെ ന്യൂസ് ഷോ കഴിഞ്ഞപ്പോൾ തന്നെ തകർന്നു പോയതാണ്. പിന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഇനി സിനിമ ചെയ്യുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് സുബിസാർ അന്ന് സിനിമാ ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുകയായിരുന്നു. അതിനുശേഷം 1 വർഷത്തിന് ശേഷമാണ് സിനിമ എടുക്കുന്നത്. ഒരിക്കലും മോഹൻലാലിനെ അല്ല ഈ സിനിമയിൽ കണ്ടത്. അത് ചുറൂർക്കുള്ള ഒരു ക്യാമ്പസ് സ്റ്റോറിയായിട്ട് പോകുന്നു. പിന്നീട് മോഹൻലാൽ വരുന്നു, ലാലേട്ടൻ വരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആ സിനിമയുടെ സബ്ജക്റ്റ് മാറ്റുമ്പോൾ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്തായിരുന്നു? അത് ഇപ്പോഴേ ഈ സിനിമ ദേവദൂതൻ പരാജയപ്പെട്ട സിനിമയാണ്. മുൻപ് വേറെ ഒരു ഫോമിലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് വെച്ചാണെന്നൊക്കെ പറഞ്ഞ് പലരും അത് കേട്ടിട്ടുണ്ടാവും. പലരും പറഞ്ഞു കഴിഞ്ഞ ഒരു സംഗതിയാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ്, അസസ്മെൻ്റാണ്. എന്നെ സംബന്ധിച്ചോളം എനിക്കത് ഒരു സിനിമയും പരാജയപ്പെട്ടു എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. ആരുടെ സിനിമയായാലും സിനിമ ഒരു സൃഷ്ടിയാണ്. നമ്മൾ ഈ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ കുറേ വെള്ളരിക്കയും പടവലങ്ങ കൃഷി ചെയ്യുമ്പോഴും ആ പടവലങ്ങ പരാജയപ്പെട്ടു പോയി, ഈ പടവലം നന്നായി എന്ന് അങ്ങനെ ഏതെങ്കിലും കർഷകൻ പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. 10-12 മക്കളെ പ്രസവിച്ച അമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടോ? 2 മക്കൾ റിലീസായത് ശരിയായില്ല, 3 മക്കളും ഒരാഴ്ച ഓടിയുള്ളൂ, അതങ്ങനെ പറയാറുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഇതെല്ലാം അങ്ങനെയാണ്. ഈ പരാജയം എന്ന് പറയുന്നത് സാമ്പത്തികമായ ഒരു 10 മുടക്കി ചിലവാക്കി എടുത്ത ഒരു സംഗതി വിറ്റപ്പോൾ 5 കിട്ടിയെന്നോ 2 കിട്ടിയെന്നോ വരുമ്പോൾ അതിൽ ബാക്കി 8 കിട്ടാത്തതുകൊണ്ട് 8 നിലയിൽ പരാജയപ്പെട്ടു എന്ന് പറയാം, അല്ലെങ്കിൽ 2 നിലയിൽ പരാജയപ്പെട്ടു. അങ്ങനെയുള്ള ഒരു ഇതാണത്. അല്ലാതെ പരാജയപ്പെടുന്നെന്ന് തോന്നുന്നത് ആ സൃഷ്ടാവിന് മാത്രമാണ്. സൃഷ്ടി ശരിയായില്ലെങ്കിൽ അയാൾക്ക് തോന്നാം അത് ശരിയായില്ല. കളിമണ്ണ് കൊണ്ട് ഒരു മൺകുടം ഉണ്ടാക്കി കലം ചൂടാക്കി എടുക്കുന്നതിന് മുമ്പ് അത് പൊട്ടിപ്പോയാൽ അത് പരാജയപ്പെട്ടു, ആ ഉദ്യമം പരാജയപ്പെട്ടു. പക്ഷെ അതേ സാധനം തന്നെ അയാൾക്ക് വീണ്ടും ഉരുട്ടിയെടുത്തിട്ട് വിജയിപ്പിക്കാനും പറ്റും, കലമാക്കി മാറ്റാനും പറ്റും, ഇല്ലേ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ സിനിമയും പരാജയപ്പെടില്ല, അത് സൃഷ്ടിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആ സിനിമ ദേവദൂതൻ പറയുന്ന പടം ഞങ്ങൾ ആഗ്രഹിച്ച പോലെ സിനിമ തന്നെ ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച പോലെ അന്ന് ഞാൻ എന്താണോ ചെയ്തു വെച്ചിരിക്കുന്നത്, എഴുതി വെച്ചിരിക്കുന്നത്, അത് വളരെ നന്നായിട്ട് സിബി അത് എടുത്തിട്ടുണ്ട്. അത് തിയേറ്ററിലൊന്നും റിലീസ് ചെയ്യാതെ അന്ന് സിയാദിന് ഇത് തിയേറ്ററിൽ എത്തിച്ചിട്ട് അതിൻ്റെ സാമ്പത്തികമായി ചിലവാക്കിയ പൈസ തിരിച്ച് കിട്ടേണ്ട ആവശ്യമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക അന്ന് സിയാദ്.
സിയാദിന് കയ്യിൽ അത് തിരിച്ച് കിട്ടിയിട്ടില്ലെങ്കിലും ജീവിക്കാനുള്ള മാർഗ്ഗങ്ങളൊക്കെ വേറെ തന്നെ സിയാദ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ സിയാദും സിബിയും ഞാനും ഇന്നും അതിരുന്നിട്ട് എവിടെന്നെങ്കിലും ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. വേറെ ആരും കണ്ടിട്ടുണ്ടാവില്ല. തിയേറ്ററിൽ ഞങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ പരാജയമല്ല അത്, ചിലവാക്കിയ പൈസ തിരിച്ച് കിട്ടിയതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അന്നും അതൊരു പൂർണ്ണമായ സൃഷ്ടി തന്നെയാണ്. പിന്നെ നമ്മളൊരു സാധനം ആരെങ്കിലും ഒരാളെ ഒരു എഴുതിയ ചിത്രം കഥയോ അല്ലെങ്കിൽ ചിത്രമോ, ഇനിയിപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പോലും ആരെങ്കിലും കാണിക്കുമ്പോൾ നിങ്ങളെ ചോദ്യം ശരിയായില്ല എന്നും മറ്റേതിങ്ങനെ അല്ല എന്നും ആ ക്യാമറ അവിടെ അല്ല വെക്കേണ്ടതെന്നും പറയാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടാവും. ഒരു സിനിമ ഞങ്ങൾ ഉണ്ടാക്കിയത് ഒരു ദേവദൂതനാണ്. പക്ഷേ തിയേറ്ററിൽ 100 ആൾക്കാരുണ്ടെങ്കിൽ 100 ദേവദൂതന്മാരെയാണ് അവർ കാണുന്നത്. ഏത് സിനിമയും അങ്ങനെയാണ്, ഏത് കലാരൂപവും അങ്ങനെയാണ്. ചിത്രം നോക്കി നിൽക്കുന്ന ചിത്രകാരൻ, വരച്ച ചിത്രകാരൻ ഭിത്തിയിൽ ഒട്ടിച്ചിട്ട് ഒരു 10 പേര് അത് വന്ന് നോക്കുമ്പോഴേ 10 ചിത്രമല്ലേ അവർ കാണുന്നത്. അവരുടെ ചിലവർ പറയും ഈ ചിത്രത്തിൻ്റെ അകത്ത് അഗ്നിപർവ്വതത്തിൻ്റെ സ്ഫുലിംഗങ്ങളാണ് ഞാൻ കാണുന്നത്. വേറെ ആൾ ചോദിക്കും ആ മഞ്ഞേൻ്റെ അടുത്ത് പച്ച വരച്ചത് നല്ല രസമായിട്ടില്ലേ എന്ന് പറയും. ഒരു കാമുകിയെ നോക്കുമ്പോൾ പറയും ഇതിനകത്ത് ഞാൻ വല്ലാത്തൊരു പ്രണയമാണ് കാണുന്നത്. ഒരമ്മ നോക്കുമ്പോൾ കുഞ്ഞുള്ള വാത്സല്യമാണ് ഞാൻ കാണുന്നത്. ഇതൊന്നും ആയിരിക്കും ചിത്രകാരൻ ഇതൊക്കെ നോക്കിയിട്ട് അന്തം വിട്ടുക ചുമരും ചാരോട് നിൽക്കുന്നുണ്ടാവും. ചിത്രകാരൻ നോക്കുന്നത് ഞാൻ കണ്ടത് എന്തെങ്കിലും ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത്. ആ കണ്ടുവെന്ന് അവന് തോന്നിക്കഴിഞ്ഞാൽ അയാളൊരു നിർവൃതി ഉണ്ടാവും. അതാണ് സൃഷ്ടി എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. ഇപ്പം വലിയ ഗ്രന്ഥങ്ങൾ പോലും ഇപ്പോഴത്തെ കാലത്ത് പബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിനും സോഷ്യൽ മീഡിയയിലോ ആൾക്കാരോ എത്രയോ റിവ്യൂസ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ. അപ്പോൾ പരാജയം എന്ന് പറയാൻ എനിക്കിഷ്ടമല്ല. ഞങ്ങളത് ആ സിനിമ അന്ന് സിബി എടുത്ത സിനിമ, സിബി പൂർണ്ണമായ മനസ്സോടെയല്ലേ അത് ഷൂട്ട് ചെയ്യുന്നത്. തീർച്ചയായിട്ടും സിയാദ് നിർമ്മിക്കുന്നത് അങ്ങനെയല്ലേ, ഞാനും പൂർണ്ണ മനസ്സോടെയല്ലേ അത് എഴുതുന്നത്. അപ്പോൾ എനിക്കത് പരാജയമല്ല. അത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ സാമ്പത്തിക ഇതിൻ്റെ മുകളിൽ മാത്രമാണ്. സിയാദിന് അതിന് പ്രൊഡ്യൂസർക്ക് നിർമ്മാതാവിന് അതിൻ്റെ പണം തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അത് അദ്ദേഹം നഷ്ടം സംഭവിച്ചു എന്ന് പറയും. ഇനി അതിൽ കൂടുതൽ കിട്ടിയെങ്കിൽ ലാഭം സംഭവിച്ചു എന്നും പറയും ഇല്ലേ. അങ്ങനെ എത്രയോ സിനിമകളുണ്ട്, എത്രയോ ചലച്ചിത്രങ്ങളുണ്ട്. ഈ ലോകത്തിൽ എത്രയോ സിനിമകൾ ഇറങ്ങുന്നില്ലേ. എല്ലാ സിനിമകളും അങ്ങനെയാണോ? അല്ലല്ലോ. കിട്ടുന്നുണ്ടോ? ഇല്ല. മലയാളത്തിൽ നമ്മൾ തൊട്ടടുത്തുണ്ടായില്ലേ ഇഷ്ടമല്ല. അപ്പോൾ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ സൃഷ്ടാവിന് അതിൽ ഇൻവോൾവ് ആയ ആൾക്ക് സങ്കടം വരും, നിരാശ വരും. അതാണ് സിബിക്ക് വന്ന ഡിപ്രഷൻ. പക്ഷേ സിബിയുടെ ഡിപ്രഷൻ ഞാൻ അറിയില്ലായിരുന്നു. ഇല്ല അന്ന് എനിക്ക് അറിയില്ല സിബിക്ക് സങ്കടം വന്നു എന്നോ സിയാദിന് നഷ്ടം വന്നു എന്നൊന്നും എനിക്ക്. സിയാദ് നഷ്ടം വന്നു എന്ന് എനിക്കറിയാം. സിയാദ് തിയേറ്ററിൽ ഇറക്കിയതുകൊണ്ട് നഷ്ടം വന്നു. അപ്പം ഞാൻ ആലോചിച്ച് ഇയാൾ തിയേറ്ററിൽ ഇറക്കിയത് ഇയാൾക്ക് കുറച്ച് പൈസ വേറെ മാറ്റി വെച്ചാൽ പോരായിരുന്നു. അതൊക്കെ തമാശയായിട്ടൊക്കെ തോന്നാറുണ്ട്. ഞാൻ എൻ്റെ സിനിമകളും എൻ്റെ സിനിമയായതുകൊണ്ട് അത് സാമ്പത്തികം കിട്ടാൻ എപ്പോഴും എനിക്ക് സങ്കടം ഉണ്ടായി, വിഷമമുണ്ടായിരുന്നു. എനിക്ക് ഡിപ്രഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഞാനത് പൂർണ്ണതയിൽ എത്തിച്ചിട്ടാണ് വെച്ചതെന്ന് എൻ്റെ അഭിപ്രായം. പിന്നീടെല്ലാം ആൾക്കാരുടെ അഭിപ്രായങ്ങളാണ്. അടുത്ത വീട്ടിലെ രാമൻകുട്ടി പറയുന്നു നിങ്ങളതിൽ മോഹൻലാലിനെ വെച്ചത് വേണ്ടായിരുന്നു, അപ്പുറത്തെ വീട്ടിലെ ജനാർദ്ദനെ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കുക എന്നല്ലാതെ അതിലൊരു ഉൾക്കാമ്പ് ഞാൻ കാണുന്നില്ല. അത് അവരുടെ സജഷനാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഈ പടത്തിനെ പറ്റി എല്ലാ അഭിപ്രായങ്ങളും നല്ലത് പറഞ്ഞതും മോശമായിട്ട് സംസാരിച്ചും എല്ലാവരും അവരവരുടെ അഭിപ്രായങ്ങളാണ് പറയുന്നത്, അവരുടെ കാഴ്ചപ്പാടാണ് പറയുന്നത്. എനിക്ക് ആഗ്രഹമുണ്ട് ഈ സിനിമയുടെ നന്മ പറഞ്ഞ ആൾക്കാരുടെ സിനിമകൾ കാണാൻ, ഈ സിനിമയുടെ മോശം ശരിയാവാത്ത കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാരുടെ ഈ സിനിമകൾ കാണാൻ എനിക്കിതൊക്കെ ഇഷ്ടമാണ്. ഞാൻ ആലോചിക്കണം അവരാണെങ്കിൽ അവരുടെ മനസ്സിൽ വരുന്ന സിനിമ എങ്ങനെയായിരിക്കും. എന്നോട് ഞാൻ ഈയിടെ ഒരു അഭിപ്രായം കണ്ടു. മോഹൻലാൽ ഏറ്റവും അധികം അഹങ്കാരത്തോടു കൂടിയാണ് അതിൽ അഭിനയിച്ചത്. ഒരാളുടെ കമൻ്റാണ്. ഞാനത് പൂർണ്ണമായും വലിയ പാരഗ്രാഫായിട്ട് എഴുതിയിരിക്കുകയാണ്. മോഹൻലാൽ ഏറ്റവും അഹങ്കാരത്തോടെ അഭിനയിച്ചത്. അപ്പം എനിക്ക് അഹങ്കാരം എന്താണെന്ന് മനസ്സിലായി. എനിക്ക് ഇന്നും മനസ്സിലായിട്ടില്ല. എനിക്ക് എന്തെങ്കിലും ഒരിക്കലും ഒരാഗ്രഹമുണ്ട് അദ്ദേഹത്തോട് അതിൻ്റെ വിശദീകരണം ചോദിക്കണം. ഒരാഗ്രഹമാണത്, അറിയാൻ വേണ്ടിയിട്ട്, വേറെ ഒന്നുമല്ല. അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞു. പക്ഷെ ഞാൻ എന്നിട്ട് ഈ സിനിമ പിന്നീട് അതിൻ്റെ ചില പോർഷൻസ് ഞാൻ ആലോചിക്കും ഈ മനുഷ്യൻ്റെ മുഖത്ത് എന്ത് അഹങ്കാരമുള്ളത്? ഒരു അഹങ്കാരമില്ല അദ്ദേഹം. പക്ഷെ എനിക്കറിയണം, കാരണം എനിക്കറിയാത്തൊരു എലമെൻ്റാണ്, ഞാൻ കാണാത്തൊരു ഭാവമാണ് അദ്ദേഹം പറഞ്ഞത്. അതാരാന്ന് പോലും എനിക്കറിയില്ല. അപ്പം
ഇങ്ങനെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അതുകൊണ്ട് ഇതൊന്നും എന്നെ വേദനിപ്പിക്കാറില്ല, വിഷമിപ്പിക്കാറില്ല. പക്ഷേ സിയാദിന് സാമ്പത്തിക വിഷമമുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ, ഉണ്ടായി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു, നല്ല വിഷമം. എനിക്കല്ല പടത്തിന് ഓടാഞ്ഞിട്ടോ അല്ലെങ്കിൽ തിയേറ്ററിൽ ആൾ വന്ന് കണ്ടിട്ട് അതിൻ്റെ പണം കൊടുക്കാഞ്ഞിട്ടോ ഒന്നുമല്ല. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല, പറ്റില്ല. നമുക്ക് അടുത്ത ദിവസത്തേക്കോ അല്ലെങ്കിൽ അടുത്ത ദിവസം ഭക്ഷണം കഴിക്കാനോ തോന്നുമോ? ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, ഒരു നിർമ്മാതാവിന് സാമ്പത്തികമായിട്ട് അദ്ദേഹത്തിന് നീക്കിയിരിപ്പില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾ സിനിമ എടുക്കരുതെന്നാണ് ഞാൻ പറയാം. അങ്ങനത്തെ സിനിമ എന്നല്ല, എന്തിലും റിസ്ക് ഉള്ള. പക്ഷേ അല്ലാതെ അദ്ദേഹം എങ്ങനെ ജീവിക്കുക, അദ്ദേഹത്തിന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? എത്ര ബിസിനസ്സുകളും നഷ്ടം വരുന്നുണ്ട് ഇല്ലേ? ഇത് പരാജയപ്പെട്ടതല്ല. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ വളരെ പൂർണ്ണമായ സന്തോഷത്തോടെയുമാണ് ഇത് എഴുതിയത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് CB, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് സിയാദ്. ഞങ്ങൾ വളരെ രസകരമായിട്ടാണ് ഇതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തീർന്നത്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിരുന്നത്. പക്ഷേ ഞാൻ ഒരിക്കലും ഒരു ലിമിറ്റ് വിട്ടിട്ട് ഓവറായിട്ട് അതിനെക്കുറിച്ച് പ്രതീക്ഷയൊന്നും എനിക്കുണ്ടായിട്ടില്ല. അങ്ങനെ ഇത് 1000 കൊല്ലം ഓടും, അല്ലെങ്കിൽ എല്ലാവരും കാണും, ലോകത്തിലെല്ലാവരും വന്ന് കാണും, ഫ്ലൈറ്റൊക്കെ പിടിച്ച ആൾക്കാർ വരും, അങ്ങനത്തെ ചിന്തകളൊന്നും എനിക്കുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് നിരാശയില്ല, സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഇപ്പോഴിത് റിലീസ് ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പലപ്പോഴും ഞാൻ ഈ സിനിമകളൊക്കെ സ്വപ്നം കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് റിലീസായിട്ട് വരുന്നത് ഒരിക്കലും. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇങ്ങനെ സംഭവിക്കുന്നത്, ഇപ്പോൾ റിലീസിംഗ് എന്ന് പറഞ്ഞ സംഗതി സംഭവിക്കുന്നതിന് തെളിയുന്നത് എന്താണ്? ഈ പടം പരാജയമല്ല എന്നല്ലേ? തീർച്ചയായിട്ടും. അപ്പം പരാജയപ്പെട്ടു എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ തിരുത്തണം നമ്മൾ. ഇത് വിജയിച്ച പടമാണ്, വിജയിച്ചത് കൊണ്ടാണ് ഇത് റിലീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ചിന്ത വരില്ലല്ലോ, ഒരാൾക്കും വരില്ല. അപൂർവമായിട്ടാണ് ഇതിപ്പോൾ സംഭവിക്കുന്നത്. ഞാൻ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും അധികം ബഹുമാനിക്കുന്നത് സിയാദിനെയാണ്. എനിക്ക് സിയാദിനോട് ഇപ്പം തോന്നുന്നത് വല്ലാത്തൊരു ആദരവാണ്. ആദരവ് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ സാമ്പത്തികമായിട്ട് വിഷമിച്ച് പോയ ഒരു ചിത്രത്തിനെ എടുത്തിട്ട് അദ്ദേഹത്തിന് ഇതിനോട് വളരെയേറെ വാത്സല്യമുണ്ടെന്നും സ്നേഹമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഒരു തൂവലാണെന്നും കരിയറിലെ തൂവലാണെന്നും സ്വയം ബോധ്യപ്പെട്ട് എത്രയോ കാലമായിട്ട് അദ്ദേഹം ഇത് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന് അതിനോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കയ്യിൽ കിട്ടിയത്. അവരാണ് വാസ്തവത്തിൽ ഇതിന് ഒരു സപ്പോർട്ടിങ് ഫാക്ടറായിട്ട് നിൽക്കുന്നത്. അതിലേക്ക് അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങിച്ചെന്നു. അല്ലെങ്കിൽ അദ്ദേഹം ഇറങ്ങിച്ചെല്ലുമോ? ഇല്ല. അദ്ദേഹം ഇറങ്ങിച്ചെന്നു, എന്നോട് സംസാരിച്ചു, സിബിയോട് സംസാരിച്ചു. അപ്പോഴേക്കും ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ അദ്ദേഹം ഒരു 10 സ്റ്റെപ്പെങ്കിലും ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൂടെ പിന്നെ ഞങ്ങൾ ഈ 10 സ്റ്റെപ്പിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക്. അത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, സിയാദ് എനിക്ക് ആ വാത്സല്യം സിയാദിനോട് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് അത് എൻ്റെ കരിയറിൽ ഞാൻ അപൂർവമായിട്ട് അനുഭവിക്കുന്ന ഒരു ആനന്ദമാണ് ഇപ്പോൾ. ഇനിയും ഞാൻ പറയുന്നു, ഇപ്പോഴും തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇനി ഒരാൾക്കും ഇതിനെ പരാജയം കാണാം. വീണ്ടും വന്നിരിക്കുക. ഫിനിക്സ് പക്ഷി എന്നൊക്കെ പറയുന്നില്ല നമ്മൾ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഇതിൽ ഡിപ്രഷനോ ഒന്നുമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതിങ്ങനെ വരുമെന്ന്. പക്ഷേ അത്ഭുതപ്പെടുത്തിയൊരു എലമെൻ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഇറങ്ങിയ പടങ്ങളിൽ എത്രയോ പടങ്ങൾ ആൾക്കാർ എനിക്ക് ഇപ്പോഴും ചാനലിലോ എവിടെയെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് അപ്പം മെസ്സേജ് വരും. അത് ഈ വാട്സാപ്പ് ഉള്ളത് കൊണ്ട് 10, 20, 30 മെസ്സേജസൊക്കെ വരും. ചിലവർ വളരെ പേഴ്സണലായിട്ടുള്ള മെസ്സേജൊക്കെ അയക്കും. അപ്പോഴൊക്കെ ഇതിനോട് ഒരു വാത്സല്യമുണ്ട് ഈ പടത്തിനോട്. ഈ പടം മാത്രമല്ല, വേറെയും പടങ്ങൾ അങ്ങനെ വരാറുണ്ട്. പക്ഷേ ഈ പടത്തിനോട് ഇങ്ങനെ എത്രയും വാത്സല്യം തോന്നുന്ന ആൾക്കാരുണ്ടെന്ന് എന്നെ നല്ലതുപോലെ ആനന്ദിപ്പിച്ചിട്ടുണ്ട്. അതാണ് സത്യം. ആ സമയത്ത് ദേവദൂതൻ എടുക്കുന്ന ഷൂട്ടിംഗ് സമയത്ത് നമുക്കറിയാം ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. സാറിൻ്റെ മനസ്സിൽ ഓർത്ത് വരുന്ന അവിടെ ഉണ്ടായ ഒരു മുഹൂർത്തം ഏതാണെന്ന് വെച്ചാൽ ഏത് മുഹൂർത്തം പറയാൻ പറ്റും? എല്ലാ മുഹൂർത്തം നമുക്ക് വേണ്ടപ്പെട്ടതായിരിക്കും. സാർ അങ്ങനെ പെട്ടെന്ന് മറുപടി പറയുകയാണെങ്കിൽ അങ്ങനെ വരും. ഒരു മുഹൂർത്തം ഓർത്തെടുക്കാൻ? അത് വളരെ നല്ല ചോദ്യമാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മുഹൂർത്തമാണ് ഈ പടം ഓർമ്മയുണ്ടല്ലോ. ഇതിൽ ഈവൻ ഈ അലീന എന്ന് പറയുന്ന മാഡം ആഞ്ചലീന, അവർ വന്നിട്ട് ഈവൻ പോയിട്ട് ഈ പാട്ട് പാടും, വായിക്കും, ഈ ഇൻസ്ട്രുമെൻ്റിൽ വായിക്കുന്നത് കേട്ടിട്ട് അവർ വന്നിട്ട് അവിടെ വന്ന് ബഹളം ഉണ്ടാക്കി പോയ ശേഷം
പിന്നീട് ഇവന് ആ നൊട്ടേഷൻസ് കിട്ടും. കിട്ടിക്കഴിഞ്ഞിട്ട് വിശാൽ കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ലാല് ഇവളുടെ ബംഗ്ലാവിൽ വരും. ബംഗ്ലാവിൽ വന്ന് കഴിഞ്ഞിട്ട് അവരിലേക്ക് എൻട്രി ചെയ്യുന്നൊരു വീട്ടിനുള്ളിലേക്ക് കയറിയിട്ട് അവരോട് സംസാരിക്കുന്നൊരു പോർഷനുണ്ട്. ആ ഷൂട്ടിംഗ് സമയത്ത് എൻ്റെ അടുത്ത് ഉൾക്കൊണ്ട് ലാല് ആ ഡയലോഗും കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് ഒന്ന് പറഞ്ഞിരുന്നു എന്നെ. ഞാനും ലാലും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അതിന് മുമ്പേ സിബിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ലാൽ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഞാൻ കേട്ട് പറഞ്ഞ് പിന്നെ അത് ലാല് പെർഫോം ചെയ്തൊരു മുഹൂർത്തമുണ്ട്. അതെനിക്ക് എപ്പോഴും മനസ്സിൽ വല്ലാതെ നിറഞ്ഞു നിൽക്കുന്നത്, ഇപ്പോഴും ഞാൻ കാണുന്നു. നിങ്ങളോട് സംസാരിക്കുമ്പോഴും അതെൻ്റെ മനസ്സിലിങ്ങനെ നിൽക്കുന്നുണ്ട്. വല്ലാത്തൊരു എന്താ പറയുക, ഈ വെളിച്ചപ്പാട് കൂടുന്ന മാതിരി വല്ലാത്തൊരു ട്രാൻസിഷനായിരുന്നു ലാലിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ അത് ഈച്ച് ആൻഡ് എവറി ഷോട്ട്സ് ലാലത് ബാലൻസ് ചെയ്ത് പോയതും. ലാലിനെ സമയത്തോളം ലാൽ അങ്ങനെ തന്നെയാണ്, ഒരു വേറെ മൂഡിലേക്ക് ലാൽ പോകും. അതെങ്ങനെ സംഭവിക്കുന്നത് ലാലിനും അറിയില്ല. ഇത് എഴുതുമ്പോഴെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കും അറിയില്ല. അതങ്ങനെ സംഭവിക്കുന്നത് മാത്രമേ. കീബോർഡുകളിൽ ആ വിരലുകൾ വന്നിട്ട് പെട്ടെന്നൊരു ചേഞ്ചിങ് ഉണ്ടല്ലോ സാറേ ആ പാട്ടിൽ. അത് തിയേറ്ററിലൊക്കെ നമ്മൾ ഭയങ്കരമായി അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അത് സാറിന് ഞാൻ പറഞ്ഞ നമ്മൾ അത്ഭുതപ്പെടുത്തുവാണ്. ആ കീബോർഡിലെ വിരലുകൾ പോയിട്ട് പെട്ടെന്ന് ആളങ്ങ് മാറുവാണ്. അതൊരു വലിയൊരു മൂവ്മെൻ്റ് ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അങ്ങനെയൊക്കെ അങ്ങനെയുണ്ട്, ഒരുപാട് മൂവ്മെൻറ്റ്സുകളുണ്ട്. അത് എനിക്ക് ഓർമ്മയുണ്ട് അതൊക്കെ. പക്ഷെ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഇതെങ്ങനെ സംഭവിക്കുന്നത് ലാല് ചോദിച്ചാൽ ലാലത് പറയും അങ്ങനെ സംഭവിക്കുന്നു. അതേപോലെ തന്നെയാണ് ഇതെങ്ങനെ എഴുതുന്നു വെച്ചാൽ എനിക്ക് നമ്മൾ അതിന് പ്രത്യേകിച്ചൊരു ഒന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ വരുന്നതായിരിക്കും അത് നല്ല രസമായിരുന്നു. അങ്ങനെ കുറേ മൂമെൻറ്റ്സ് ഉണ്ട് പടത്തിൽ. അക്കാലത്ത് ഏറ്റവും കൂടുതൽ ആ കാലത്തിറങ്ങിയ ചിലവ് കൂടിയ ബജറ്റ് കൂടിയ ഒരു സിനിമയും എനിക്ക് തോന്നുന്ന കോസ്റ്റ്യൂം അതും അന്നത്തെ കാലത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നു. അതിപ്പോൾ വീണ്ടും വരുവാണ്. അങ്ങനെ ഒരു ചേഞ്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ആംബിയൻസിന് പറ്റിയ കോസ്റ്റ്യൂമാണ് അതിൻ്റെ അതിനോട് എൻഹാൻസ് ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാ വശങ്ങളും ഇപ്പം ഞാൻ പറയാം. ഇപ്പോൾ തിരക്കഥ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിലും അതിലെ ഫോട്ടോഗ്രാഫി സൈഡ്, സന്തോഷ് തുണ്ടികളുടെ ഫോട്ടോഗ്രാഫി, ഛായാഗ്രഹണം അപാരമായ വർക്കാണത്. സന്തോഷം ഓരോ ഫ്രെയിം കാണുന്നതും, അതുപോലെ സിബി ഷോട്ടിച്ചെടുക്കും കൺസീവ് ചെയ്യുന്നതും, കോസ്റ്റ്യൂം, എവറിത്തിങ് അതിനെ എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതെ അതെ അതെ. അത് ആ സ്ക്രിപ്റ്റിൽ കൊടുത്തിരിക്കുന്ന ആംബിയൻസിലേക്ക് അതൊക്കെ വന്നപ്പോഴേക്ക് അതൊന്ന് പരിലസിച്ചു എന്ന് പറയാം. നമ്മൾ സ്ക്രിപ്റ്റിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് വാസ്തവത്തിൽ. അതെന്തോ ഒരു ഭാഗ്യമാണ്. ഒരു തിരക്കഥാകൃത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് അതിൻ്റെ വിഷ്വൽസ് അയാളെ ആകർഷിക്കുക എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനെ അദ്ദേഹത്തിന് തോന്നുന്നൊരു ആകർഷണം, അയാൾ മറന്നു പോകണം, തിരക്കഥ മറന്നു പോകും. ഞാൻ ഈ സിനിമ കാണുമ്പോൾ എൻ്റെ തിരക്കഥയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അടുത്ത സീൻ എന്താണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അങ്ങനെയായിരുന്നു പൊതുവേ. എനിക്കങ്ങനെ ആണ്. ഞാൻ ആ തിരക്കഥ മറക്കും. ഇത് മനഃപൂർവ്വമായിട്ട് മറക്കുന്നൊന്നുമല്ല. ഇത് ആസ്വദിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് ഞാനതിൽ ഇൻവോൾവായി നിന്ന് കഴിഞ്ഞാൽ എനിക്കത് ആസ്വദിക്കാൻ പറ്റില്ല. അടുത്ത എന്താണെന്ന് നമ്മുടെ മനസ്സിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. അതൊക്കെ ഞാൻ മറക്കും. പിന്നെ അത്തരം കാര്യങ്ങൾ മറക്കാൻ എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ സെക്കൻഡ് വെച്ച് മറക്കും. അപ്പം എനിക്കത് എൻഹാൻസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പം എന്നെ സംബന്ധിച്ചോളം അതിൽ ഈവൻ വേഷവിധാനങ്ങൾ, അതിൻ്റെ ആംബിയൻസ്, അതിൻ്റെ ഫ്രെയിമിങ്, അതാണ് ഞാൻ സന്തോഷ് തുണ്ടിയെ പറ്റി പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിനോട് സംസാരിക്കുന്നു, സിനിമ ഫോട്ടോഗ്രാഫി പറ്റി പറയുന്നതൊക്കെ ആ ഘട്ടത്തിലാണ്. സിബിയെ പിന്നെ എനിക്ക് നേരത്തെ അറിയാമെന്ന് വെച്ചാൽ പണ്ട് മുതലേ അറിയുന്നതല്ലേ, സിബിയുടെ ഒരു ടേക്കിംഗ് സ്റ്റൈലും എല്ലാം. പക്ഷേ ഈ പടത്തിന് സിബിയും മുൻപ് ചെയ്ത പോലുള്ള ഒരു മെത്തഡല്ല ചെയ്തിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഡയറക്ഷനാണ്. പിന്നെ അതിലേക്ക് എല്ലാവരും എല്ലാവരും ഒന്നിനൊന്നിനും മികവ് കാണിച്ചിട്ടുണ്ട്. സാറിൻ്റെ കുറേ സ്ക്രിപ്റ്റുകൾ, ഞാൻ പറഞ്ഞ പോലെ കുറേ സ്ക്രിപ്റ്റുകൾ നമുക്കറിയാവുന്ന സ്ക്രിപ്റ്റുകൾ. സാറിൻ്റെ എന്നും ചേർത്ത് പിടിക്കുന്ന എല്ലാ കഥകളും ചേർത്ത് പിടിക്കുന്നതാണ് സാർ, അതിന് മാറ്റമില്ല. സാറ് പ്രതീക്ഷിക്കുന്ന അപ്പുറത്തേക്ക് ഇപ്പോൾ വിജയം പരാജയം ഞാൻ പറയുന്നില്ല, അത് ഇല്ല എന്നാണ് പറയുന്നത്. ഞാനൊരു പ്രേക്ഷകൻ എന്ന നിലയിലേക്ക് ഞാൻ പറയുന്നത്, സാറിൻ്റെ വിജയം കണ്ട സിനിമകൾ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതെന്ന് വെച്ചാൽ സാറിന് ഒരു വാക്കിൽ പറയാൻ പറ്റുമോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഒരു വല്ലാത്തൊരു ചോദ്യമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്നുള്ള സംഗതി ഇല്ല. പക്ഷേ എന്നെ ആകർഷിച്ച സിനിമകളുണ്ട്. അതിലൊന്നാണ് വാനപ്രസ്ഥം.
എന്നെ ആകർഷിച്ച സിനിമയാണ്. അതൊക്കെ ഞാൻ എഴുതി എന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്ത് രസം അതൊക്കെ, അതിലെ പല ഭാഗങ്ങളും, അതും നമ്മൾക്ക് മുൻകൂട്ടി അറിയാത്ത പല കഥകളിൽ മാത്രം കണ്ട കുറേ അത്ഭുത പ്രതിഭകളാണ് അതിൽ. അവരൊക്കെ എന്ത് രസമായിട്ട് അതിൽ ജീവിച്ചിരിക്കുന്നത്. അത് വാനപ്രസ്ഥം എന്നെ ആകർഷിച്ച, അല്ലാതെ ഹഠാത് ആകർഷിച്ച സിനിമ വേണമെന്ന് പറയാം. പിന്നെ അങ്ങനെ ഉണ്ട്. എല്ലാ രീതിക്കും എഴുതാറുണ്ട്. കോമഡിക്കുള്ള കോമഡി സ്ക്രിപ്റ്റുകളുണ്ടാവും, സീരിയസ് മാറ്റമുള്ള എല്ലാം സാറ് ചെയ്തു പോയേക്കണ ഒരു യാത്രയാണ്. അങ്ങനെ എത്ര സിനിമകൾ നോക്കുമ്പോൾ നമുക്കെല്ലാം, എനിക്ക് അന്നത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞാൽ പൊന്മുറ്റ് താറാവിൻ്റെ സംഭവം പറഞ്ഞാൽ തട്ടാന്നുള്ള സാധനം പേര് മറ്റേ കഥയൊക്കെ എന്നോടൊന്ന് പറഞ്ഞിരുന്നു. അന്ന് സെൻസർ ബോർഡിന് ഉൾപ്പെടെ നമ്മൾ വിമർശിച്ചാണ് നമ്മൾ. അപ്പോൾ എല്ലാ മേഖലയിലും സാറ് കൈവച്ചിട്ടുണ്ട്, സ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ എല്ലാ മേഖലയിലും. അപ്പോൾ ഒരു പ്രേക്ഷകൻ എന്താണ് വേണ്ടതെന്ന് ആ കാലഘട്ടത്തിലൂടെ ഒരു യാത്ര ചെയ്താണോ ചെയ്യുന്നത് സാധാരണ? എനിക്ക് സബ്ജക്റ്റ് എൻ്റെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നെ അതിലേക്ക് ഇൻവോൾവ് ആക്കും. ഞാൻ പറയുമ്പോൾ അഹങ്കാരമായി പോയില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇല്ല. ഞാൻ എന്നെ മറക്കും. എന്നെ മറന്നിട്ട് ആ സബ്ജക്റ്റിലേക്ക് ഞാൻ അങ്ങ് ചെല്ലും. അപ്പോഴെന്താണോ അവിടെ ഫീൽ ചെയ്യുന്നത് അതിലേക്കാണ് ഞാൻ പോവുക. ഏത് മൂഡ് വേണം, എന്ത് വരുന്നത്, അതെങ്ങനെയാണോ ആയി വരുന്നത്. അല്ലാണ്ട് ബോധപൂർവ്വം ഞാനൊരു ഹ്യൂമർ സിനിമ എഴുതുകയോ സീരിയസ് സിനിമ എഴുതുകയോ ചെയ്യല്ല ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഒന്നിലേക്ക് പോകേണ്ട ഒരു മനോനില ഇല്ല. എനിക്ക് എന്നോട് അതുപോലത്തെ ഒരു സിനിമ ചോദിച്ചാൽ എനിക്ക് എഴുതാൻ പറ്റും, ഞാൻ എഴുതില്ല, താല്പര്യം. അപ്പം വ്യത്യസ്തമായ ഇതിലേക്ക് ഞാൻ പോകും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സംഗതി മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ ചെയ്യണമെന്ന് തീരുമാനമായിക്കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ പോകും. അതല്ല, അത് വേറെ രീതിയിൽ ചെയ്യണം എന്ന് തോന്നിയാൽ എനിക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. ഏത് സീരിയസ് ആയിട്ടുള്ള ഗൗരവത്തിലുള്ള കഥയും നമ്മൾക്ക് നർമ്മത്തോടെ പറയാം. അങ്ങനൊരു വിശ്വാസം എനിക്കുണ്ട്. നർമ്മമാണ് ഗൗരവത്തെക്കാളും ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗൗരവത്തോടൊരു കാര്യം പറയണമെന്നില്ല, അത് നർമ്മത്തോടെ പറഞ്ഞാൽ അതിലെ ഗൗരവം കേൾക്കുന്നവർക്ക് വേഗം മനസ്സിലാവും. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് നർമ്മമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴും എനിക്ക് ആ വിശ്വാസം തെറ്റിയിട്ടില്ല. ഗൗരവത്തോടെ പറയേണ്ട ഒരു കാര്യം നമുക്ക് നർമ്മത്തോടെ പറയാൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മനസ്സപ്പുറത്തുണ്ടെങ്കിൽ നർമ്മമാണ്. ഞാൻ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാം നർമ്മത്തിലൂടെയാണ്. ഞാൻ എന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലോ, എന്നോടും സംസാരിക്കുന്നത്. ഒരു കഥ ഞാൻ എഴുതുമല്ലോ, ഞാൻ എന്നോടല്ലേ എഴുതുന്നത്. അവിടെ പ്രേക്ഷകനും ഞാനും ഒരാൾ തന്നെയല്ലേ. അപ്പോൾ കഥ നമ്മളിൽ ജനിക്കുന്നു, എന്നിൽ ജനിക്കുന്നു, ഞാൻ എന്നോട് പറയുന്നു, എനിക്ക് വേണ്ടി എഴുതുന്നു, എന്നിലെ പ്രേക്ഷകനായ എനിക്ക് വേണ്ടി എഴുതുന്നു. അപ്പോൾ ഞാൻ എന്നോട് സംസാരിക്കുന്നത് കൂടുതൽ നർമ്മത്തിലാണ്. ഞാൻ ഇപ്പോൾ ഷാജിയുടെ പിറവി അത് വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. പക്ഷേ അന്ന് ഞാൻ അതിന് പാരലായിട്ട് ഞാൻ ചിന്തിക്കാറ് അത് നർമ്മത്തിലാണ്. ഷാജിക്ക് പോലും അറിയില്ല അത്. എന്തുകൊണ്ടാണ് ആ പെയിനൊന്ന് മാറാൻ വേണ്ടിയിട്ട്. എഴുതി വരുമ്പോഴുണ്ടാവുന്ന വേദനയുണ്ട്. ആ വേദനയിൽ നിന്ന് ഞാൻ മാറണമെങ്കിൽ അത് എൻ്റെ ഉള്ളിൽ നർമ്മത്തിലൂടെ വേണം സഞ്ചരിക്കാൻ. അത് എനിക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ഡിവൈസാണ്. അല്ലെങ്കിൽ ഞാൻ വിഷമിച്ചിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ ദേവദൂതന് സാമ്പത്തികമായിട്ടത് സക്സസ് ആവാഞ്ഞപ്പോൾ എനിക്കൊരു ഡിപ്രഷനും ഒരു വിഷമങ്ങളും ഇല്ലാതിരുന്നത്. ഞാൻ ക്രൂരനായതുകൊണ്ടൊന്നുമല്ല. തീർച്ചയായിട്ടും. സാറിന് കുറേ ഇപ്പം സാറ് ചെയ്ത കഥകളിൽ കുറേ ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചിട്ടുണ്ട്. സാറിനെന്നും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. സാറിന് എപ്പോഴും ചേർന്ന് നിർത്താനും ചേർത്ത് പിടിച്ചേക്കണം ആരെന്ന് ചോദിച്ചാൽ ആരെ പറയാൻ പറ്റും? സാറിന് ചേർത്ത് നിർത്തിയേക്കണം, സാറ് ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഞാൻ ചേർത്ത് പിടിച്ച നടന്മാരിൽ ഒരാളാണ് ജയറാം, ഒരാളാണ് മോഹൻലാൽ എൻ്റെ ആദ്യ സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. നസീമ. മോഹൻലാൽ എനിക്ക് അന്നത്തെ ആ മോഹൻലാലൊക്കെ ഞാനൊക്കെ തമ്മിൽ നല്ലൊരു സൗഹൃദമുണ്ട്, ഇന്നും ഉണ്ട്. ആ സൗഹൃദം ഞാൻ ഇതിൻ്റെ വന്നപ്പോഴും ഞാൻ കണ്ടു. അത് ഇന്നും ഉണ്ട്. മനസ്സിൽ ഒരിക്കലുണ്ടായത് ഒരിക്കലും പോവില്ലല്ലോ. പിന്നെ ലാലിന് വേണ്ടി ലാൽ അഭിനയിക്കുമ്പോൾ ജയറാമിന് വേണ്ടി ഞാൻ ഒരുപാട് തിരക്കുള്ളത്. ജയറാം എനിക്ക് എപ്പോഴും ചേർത്ത് പിടിച്ച് നിന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് പടങ്ങൾ ഞാൻ സത്യന് വേണ്ടിയിട്ടും രാജസേനന് വേണ്ടിയൊക്കെ എഴുതിയിട്ടുണ്ട്. ഭയങ്കര രസമാണ് എനിക്ക്. അതുപോലെ തന്നെ ലാലിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വാനപ്രസ്ഥമൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായൊരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായത് മനസ്സിൽ. ചേർത്ത് വല്ലാതെ ഉൾക്കൊണ്ട് മനസ്സിൽ വന്നു. ഒരു സിനിമയുടെ യാത്ര തന്നെ മാറ്റിയ സിനിമയാണ് വാനപ്രസ്ഥം.
അവാർഡുകളാണെങ്കിൽ വാരിക്കൂട്ടിയ സിനിമ. അത് നമുക്ക് മനസ്സിൽ എന്നും ആഴത്തിൽ എന്നും ചിന്തിക്കാവുന്ന സിനിമയാണ്. അത്തരമൊരു സ്ക്രിപ്റ്റ് വലിയ കാമ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇനിയിപ്പോൾ സാറിന് ഇപ്പോൾ ലാലേട്ടനും ഈ ബന്ധങ്ങൾ ഇനി അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഇവർക്കൊക്കെ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ചലിപ്പിച്ച് തുടങ്ങിയോ തുടങ്ങേണ്ടേ? ഒക്കെ സംഭവിക്കുന്നതാണ്, അറിയില്ല എനിക്ക്. ആവശ്യം അങ്ങനെ ഒരു സന്ദർഭം വന്നാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷെ എനിക്ക് അറിയില്ല അതുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞില്ലേ വാനപ്രസ്ഥം എഴുതാനുള്ള കാരണവും ഷാജിയാണ്. ഞാൻ പിറവിയും സ്വമം കഴിഞ്ഞ പിന്നെ വേണ്ടാന്ന് വെച്ചതാണ്. പക്ഷെ ഷാജി എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു 9 മാസത്തോളം. അങ്ങനെയാണ് അതൊക്കെ എഴുതി പോകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അറിയില്ല, അങ്ങനെ സംഭവിക്കുമായിരിക്കും, എനിക്കറിയില്ല. അത് ഒരിക്കലും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അങ്ങനെ സംഭവിക്കണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അറിയില്ല. കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ കണ്ട സിനിമകളും മടിയർ കുട്ടിച്ചാത്തനും നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോകുന്നല്ലോ. അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വന്ന് പിന്നീട് ആ 3D എന്താണെന്ന് കാണിച്ചു തന്നു. ഇനിയിപ്പോൾ 3D സിനിമകൾ വരാൻ തുടങ്ങുന്ന കാലഘട്ടം ലാലേട്ടൻ തന്നെ 3D ഒരു സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നു. ആ പടം ഞാൻ കാണാൻ വേണ്ടി കാത്തിരിക്കുക. അതുപോലെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. ചില ബന്ധങ്ങളുണ്ട് നമ്മുടെ സിനിമ എനിക്ക് തന്ന. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 1 മുതൽ 0 വരെ 1 മുതൽ 0 വരെ എൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത ഷാജി എൻ കരുണാണ്. ഷാജിനെ അതിനു മുമ്പ് ഞാൻ ഒരു പടത്തിലാണ് ഞാൻ എഴുതിയ തിരക്കഥ എഴുതിയൊരു പടത്തിൽ മുതലാണ് ഞാൻ ഷാജീനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യും കാണുന്നത്. ഞാൻ അപ്പോഴാണ് ഷാജി ആ പടത്തിന് വേണമെന്ന് എനിക്ക് തോന്നുന്നു. 1 മുതൽ 0 വരേക്ക് വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഷാജി വന്നു. ഷാജി ആ പടത്തിൽ വന്നത് കൊണ്ടാണ് എനിക്ക് അത്രയും മനോഹരമായിട്ടും എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയത്. അത് എനിക്ക് ഷാജി തന്ന വലിയൊരു അനുഗ്രഹമാണ്. അതിൻ്റെ ദക്ഷിണയാണ് വാസ്തവത്തിൽ പിറവി. അതെൻ്റെ മാത്രം സ്വകാര്യതയാണ്. ഷാജിക്ക് പോലും അതറിയണമെന്നില്ല. ആ ഷൂട്ടിംഗ് സമയത്താണ് ഷാജി എന്നോട് പിറവിയുടെ തിരക്കഥ എഴുത്തരുമെന്ന് ചോദിക്കുന്നത്. അപ്പം ഞാനത് മുൻപിൻ നോക്കാതെ സമ്മതിച്ചു, ചെയ്തരാന്ന് പറഞ്ഞു. ഞാനത് എഴുതി കൊടുത്തു. അതിനുവേണ്ടി ഞാൻ വേറൊരു സിനിമ വിട്ടിട്ടുണ്ട്. അത് എൻ്റെ സന്തോഷത്തോടെ തന്നെ ഞാൻ വിട്ടത്. ഷാജി അത് എന്നെ വിളിച്ചിട്ട് ആയി എന്ന് പറയുമ്പോഴാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരുപാട് ഭാഗ്യങ്ങളുണ്ട്. ഞാൻ ശരിക്കും ഭയങ്കര ഭാഗ്യവാനാണ്. സിനിമയിലായാലും ഈ ലോകത്തായാലും വളരെ ഭാഗ്യമാണ്. ഇപ്പോഴും ഈ സിനിമ പോലെ എനിക്ക് റിലീസ് എനിക്ക് കിട്ടിയൊരു വലിയൊരു ഭാഗ്യമാണ്. അതെങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇനി അങ്ങനെ ഒരു സിനിമ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സാറ് ചെയ്ത സിനിമയിൽ ഒരു റിലീസ്? ഇല്ല, അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. ആഗ്രഹിക്കുന്നതിൽ ഒരു അർത്ഥമില്ല, കിട്ടണമെന്നുമില്ല. അങ്ങനെ അറിയില്ല. വന്നാൽ സന്തോഷം. ഞാൻ ഇന്ന് വരെ ഒന്നും ആഗ്രഹിച്ചു ഇതൊക്കെ തന്നെ എങ്ങനെ സംഭവിക്കുന്നതാണ് സുഹൃത്തെ. വന്നാൽ നമുക്ക് സന്തോഷം. ഇത് ഈ ഇൻ്റർവ്യൂ പോലും സംഭവിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും അതെ, സംഭവിക്കുന്നതാണല്ലോ, അതിനൊരു മാറ്റമില്ല. അതുപോലെ ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഈ എവിടെയെങ്കിലും ഒരു വീഴ്ച പറ്റി അങ്ങനെ സാറിന് തോന്നുമ്പോൾ അവിടെ നമ്മളൊന്ന് കൈപിടിച്ച് പുറത്താൻ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വീഴ്ച എന്ന് ഉദ്ദേശിക്കുന്നത് നടക്കുമ്പോൾ വീഴുന്നതാണോ? അല്ല, അതെന്തുകൊണ്ട് കൗണ്ടർ വരാത്തെന്നോർത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. അങ്ങനെയല്ല, നടന്നു പോകുമ്പോൾ വീണിട്ട് ഒരുപാട് പേരെ വിളിച്ചിട്ടുണ്ട്. അതല്ല ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സിനിമാ സിനിമയിലൊന്നും വീഴ്ച, ജീവിതത്തിൽ ആർക്കും എനിക്ക് തോന്നുന്നില്ല വീഴ്ച വരുന്നുണ്ടെന്ന്. കാണുന്നവനാണ് വീഴ്ച നമുക്ക് സംഭവിക്കുന്നത്. അവൻ വീണ് കിടക്കുകയായിരിക്കും ചിലപ്പോൾ, അത്രയേ ഉള്ളൂ. അങ്ങനെ വീഴ്ച വരുമ്പോൾ എല്ലാവരും കൈപിടിച്ചോർത്തിട്ട് തന്നെ നമ്മളെല്ലാവരും ഇവിടം വരെ എത്തിയിരിക്കും. തീർച്ചയായിട്ടും അതല്ലേ ഞാൻ പറയുന്നത്. അതിനകത്ത് പറയുന്നില്ലേ, എനിക്ക് ഓരോന്ന് സംഭവിക്കും, എന്നെ അവിടേക്ക് നയിക്കുന്ന എന്തോ ഒരു അദൃശ്യ ശക്തി ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ വിശാൽ കൃഷ്ണമൂർത്തി പറയുന്ന സംഭാഷണം ഞാൻ എന്നെപ്പറ്റി തന്നെ പറയുന്നതാണ്. ഞാൻ ഇവിടം വരെ എത്തിയിരിക്കുന്നത് മുഴുവൻ എൻ്റെ മുന്നിൽ ആരോ നടന്നിട്ടാണ്. അത് ഞാൻ ദൈവികമായിട്ട് പറയുന്നതല്ല. അങ്ങനെ ഒരു അദൃശ്യ ശക്തി നമ്മുടെ മുമ്പിൽ സഞ്ചരിക്കുന്നുണ്ട്, എൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇരിക്കുന്നത്, നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതും നമുക്ക് സമയമാവുന്നു എന്ന് പറഞ്ഞാൽ പേരെ ആൾക്കാർ വരുന്നതൊക്കെ അതുകൊണ്ടാണ്. അതൊക്കെ സംഭവിക്കുന്നതാണ്. ഇനി അടുത്ത് വരാനുണ്ട്. അതെ അതെ, അടുത്ത് ഇരുന്നാലും ഒത്തിരി സംസാരിക്കാനുണ്ട്. ഒരു കാര്യങ്ങൾ ചോദിച്ച് അവസാനിക്കും. സ്ക്രിപ്റ്റുകൾ എഴുതുമ്പോൾ ചില ആളുകൾ സ്ക്രിപ്റ്റ് എഴുതുന്നത് എനിക്ക് ഇന്ന സ്ഥലത്ത് എഴുതാനിരിക്കണം, അവിടെയാണ് എനിക്ക് ഏറ്റവും ഉചിതമാവുന്ന സ്ഥലം. അങ്ങനെ എന്തെങ്കിലും സാറിനോട് സ്ക്രിപ്റ്റുകൾ എഴുതുമ്പോൾ? എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇല്ല. നീ ആലോചിച്ച് നോക്കൂ, ഞാൻ ജനിക്കുന്ന സമയത്ത് അമ്മയോട് പറയാണ് എനിക്ക് ഇന്ന സ്ഥലത്ത് ജനിക്കണം എന്ന് പറയാം. എൻ്റെ അമ്മ വയറും പിടിച്ച് തുള്ളി പിടിച്ച് അവിടെ പോകണ്ടേ? അമ്മക്ക് സാധിക്കും? പറ്റില്ല. ഇല്ല. അമ്മ കംഫർട്ടായൊരു സ്ഥലത്ത് ഇരുന്നുകൊണ്ടാണ് കിടന്നുകൊണ്ടാണ് എന്നെ പ്രസവിക്കുന്നത്. അതേ നമുക്കൊക്കെ സാധിക്കൂ. അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആവശ്യമില്ല. പ്രസവം നടക്കണമെങ്കിൽ അതിന് ഉചിതമായ സ്ഥലം ആ സമയത്ത് വരും, കിട്ടും. എല്ലാവരും അങ്ങനെയല്ലേ. അതുകൊണ്ട് ഞാനിനി എങ്ങോട്ട് പോയിരിക്കാനാണ് ഒരു കഥയുണ്ടാക്കാൻ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇരിക്കുന്നിടത്ത് കഥ വന്നോളൂ.
നമ്മളെ തേടി നമ്മുടെ കഥ വരും, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വരും. നമ്മൾ ഇരിക്കുന്ന സ്ഥലം നോക്കിയിട്ടല്ലല്ലോ നമ്മുടെ കഥാപാത്രങ്ങൾ വരുന്നത്. പിന്നെ കഥയും വരുന്നത് നമ്മൾ ജീവിതത്തിൽ നിന്ന് എടുക്കുന്നതല്ലേ. നമ്മളതായിട്ട് എൻ്റേതായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും ഉണ്ടായിട്ടില്ല, ഒരു കഥയും ഞാൻ എഴുതിയിട്ടില്ല. എന്നിൽ നിന്നും വന്ന കഥകളേ ഉള്ളൂ. അല്ലാണ്ട് ഞാനായിട്ട് നട്ടും ബോൾട്ടും എടുത്ത് റോസ്റ്റോക്ക് ഉണ്ടാക്കി അങ്ങനെ ഒരു കഥയും ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. സത്യം പറഞ്ഞാൽ എഴുതിയ കഥകളൊന്നും എനിക്ക് പലപ്പോഴും പബ്ലിഷ് ചെയ്ത കഥകളും എടുത്ത സിനിമകൾ പോലും ഞാൻ പലതും മറന്നു പോയിട്ടുണ്ട്. ചില പാട്ടുകൾ കേൾക്കുമ്പം ഞാൻ എവിടെയോ കേട്ടതായിട്ടൊക്കെ ഓർമ്മിച്ചിട്ട് ഞാൻ വൈഫിനോട് പറയണ്ട ഈ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പോഴാണ് അവളാണ് പറയുന്നത് രഘുവേട്ടൻ ഇന്ന പടത്തിലെ പാട്ടാണെന്ന്. അവിടെ ഞാനിപ്പോൾ അടുത്ത് ചെയ്യാൻ പോണത് എല്ലാ പടങ്ങളും എഴുതിയ പടങ്ങളിലൊക്കെ പാട്ടിൻ്റെ ഒരു കളക്ഷൻ ഉണ്ടാക്കി വെക്കണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്ക്. ഞാനത് കമ്പ്യൂട്ടർ ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് വെക്കണമെന്നുണ്ട്. എൻ്റെ എല്ലാ എഴുതിയ പടങ്ങളുടെയൊക്കെ കോപ്പി എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് ഫോൾഡർ ചെയ്യണമെന്നുണ്ട്. ഇതൊക്കെ ഇപ്പോഴാണ് ചിന്തിക്കുന്നത് ഞാൻ. കാരണം ഞാൻ തന്നെ എന്നോട് പറയുന്നു നീ എന്ത് മനുഷ്യനാണെന്ന് ചിലപ്പോൾ ഞാൻ ചോദിക്കും. 4K ആയി, എല്ലാം 4K ആയി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് ഞാൻ. അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഓർക്കാറുണ്ട് ഈ പാട്ട് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഈ അടുത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമൊരു പാട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞാൻ അടുത്ത് കേട്ടിട്ട് എനിക്ക് ത്രില്ലടിച്ചിട്ടാണ് ഞാൻ വളരെ ഞാൻ കേട്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എന്നോട് വൈഫ് പറഞ്ഞത് അത് മേലേപ്പറമ്പിലാണ് വീട്ടിലെ പാട്ടാണെന്ന്. അതും ആ ഷോർട്സ് വരെ എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ആ പടം ഞാൻ മറന്നു, ഇതിലെ പാട്ടാണെല്ലാം മറന്നു. അതെൻ്റെ എനിക്ക് സന്തോഷമുണ്ട്. കാരണം എനിക്ക് അങ്ങനെ നീ അഹങ്കരിക്കേണ്ടെന്ന് എന്നോട് തന്നെ ഞാൻ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. ഇടയ്ക്കൊരു മറയൊക്കെ ഇരിക്കട്ടെ അല്ലേ, നല്ലതുമാണെന്ന് സ്വയം ചിന്തിച്ചു. എന്തായാലും ഒത്തിരി സന്തോഷം സാറേ. ദേവദൂതൻ നമ്മൾ അന്ന് കാണാത്തവർക്ക് വീണ്ടും കാണാൻ, അന്ന് കണ്ടവർക്ക് വീണ്ടും കാണാൻ ഉള്ള അവസരമാണ് ഒരുക്കുന്നത്. സിനിമ എനിക്കും കാണുന്നത് തീർച്ചയായിട്ടും ഞാൻ ഇനിയും കാണും. എനിക്കൊന്ന് ഈ സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് കാസറ്റ് ലൈബ്രറി ആയിരുന്നു, വീഡിയോ കാസറ്റ് ലൈബ്രറി ആയിരുന്നു. അന്ന് 10 രൂപയ്ക്കാണ് വാടകയ്ക്ക് കാസറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ. 2000 എനിക്ക് സ്വന്തമായിട്ട് കാസറ്റ് ലൈബ്രറി. അന്നും ഒത്തിരി പേര് കൊണ്ട് ഫാമിലി കാണുന്നുണ്ടായിരുന്നു. അതുപോലെ എല്ലാ ഫാമിലിയും ഒന്ന് കാണട്ടെ. ഇത് പരാജയപ്പെട്ട സിനിമയല്ല, അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഇറങ്ങുന്നത്. പരാജയപ്പെട്ടിട്ടില്ല ഈ സിനിമ, പ്രേക്ഷകർക്ക് പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത് ഇന്ന് വീണ്ടും വരുന്നത്. എവിടെയോ എന്തോ ദൈവഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് ആ പ്രിന്റ് പോലും നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടിയത്. ആ ദൈവഭാഗ്യം ഗംഭീരമായി 26-ാം തീയതി പ്രേക്ഷകർ ഒന്ന് കാണട്ടെ. ഒത്തിരി സന്തോഷം. എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്, അത് സമയം തരില്ല. ശിവപ്രസാദ് വന്ന് വിളിക്കുകയാണ് നേരത്തെ സാറ് പോലെ. ഇനിയും അടുത്ത ഇന്റർവ്യൂവിൽ ശിവപ്രസാദിനെ മാറ്റി നിർത്താം, എന്നിട്ട് നമുക്കിരിക്കാം. ഒത്തിരി സന്തോഷം സാർ. താങ്ക് യു. ജർമ്മൻ ഇനി റിസൾട്ടുള്ളടുത്ത് പഠിക്കാം. നീതൂസ് അക്കാഡമി, ദി ബെസ്റ്റ് ലാംഗ്വേജ് അക്കാഡമി ഇൻ കേരള. വേറൊരു റേഞ്ച് ആകൂ. മൈജി ഫ്യൂച്ചർ.